ഹലോ, എല്ലാവർക്കും ബയോസിന്റെ HSA നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടിഷ്യൂസിലെ മെരിസ്റ്റമ ടിഷ്യൂസിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തത്. എന്നാൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പെർമനന്റ് ടിഷ്യൂസിലെ സിമ്പിൾ ടിഷ്യൂസിനെ കുറിച്ചാണ്. പോകാം വീഡിയോയിലേക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെരിസ്റ്റമ ടിഷ്യൂസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. എന്തായിരുന്നു മെരിസ്റ്റമീയ കലകൾ? ഇമ്മച്ചുർ ആയ, എപ്പോഴും ഡിവൈഡ് ചെയ്യുന്ന വിഭജനശേഷിയുള്ള കോശങ്ങളുള്ള കലകളാണ് മെരിസ്റ്റമീയ കലകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സ്ഥിര കലകൾ അഥവാ പെർമനന്റ് ടിഷ്യൂസ്? അതായത് മെച്ചുറായ ടിഷ്യൂസ് ആയിരിക്കും. പിന്നെ ഇവർക്ക് ഡിവൈഡ് ചെയ്യാനുള്ള കഴിവ് ഇല്ലാത്തവരായിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് മെരിസ്റ്റം, പ്രാഥമിക മെരിസ്റ്റം, ദ്വിതീയ മെരിസ്റ്റം, പ്രൈമറി, സെക്കൻഡറി മെരിസ്റ്റം എന്നൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. വളർച്ചയുടെ ഓരോ ഘട്ടത്തിൽ ഉണ്ടാകുന്ന മെരിസ്റ്റങ്ങൾ. ഇങ്ങനെയുള്ള മെരിസ്റ്റങ്ങളിൽ നിന്നൊക്കെ പുതിയ കോശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഈ കോശങ്ങൾ എന്ത് ചെയ്യുന്നു? അവയുടെ സ്ട്രക്ചറും അതുപോലെ ഫങ്ഷനൊക്കെ വേണ്ടിയിട്ട് ഒന്ന് മെച്ചുർ ആകാറുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രത്യേകതകൾ കൈവരിക്കുന്നു. ആ സമയം വിഭജനശേഷി, ഡിവൈഡിംഗ് കപ്പാസിറ്റി നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വിഭജനശേഷി നഷ്ടപ്പെട്ട ഘടനാപരവും സ്ട്രക്ചറൽ, ധർമ്മപരം, ഫങ്ഷണൽ ചേഞ്ചസ് ഉൾക്കൊള്ളുന്ന കോശങ്ങളുള്ള കലകളെയാണ് പെർമനന്റ് ടിഷ്യൂസ് അഥവാ സ്ഥിര കലകൾ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മെരിസ്റ്റമ കലകളിൽ നിന്നുണ്ടാകുന്ന എല്ലാ കോശങ്ങളും കുറച്ച് കഴിയുമ്പോൾ സ്ട്രക്ചറലി ആൻഡ് ഫങ്ഷണലി പ്രത്യേകതകൾ കൈവരിച്ച് വിഭജനശേഷി നഷ്ടപ്പെട്ട്, ഡിവൈഡിംഗ് കപ്പാസിറ്റി നഷ്ടപ്പെട്ട് മെച്ചുറായി മാറുന്നു. ആ മെച്ചുറാവുന്ന സെല്ലുകളുള്ള ടിഷ്യൂസിനെയാണ് സ്ഥിര കലകൾ അഥവാ പെർമനന്റ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. നമ്മുടെ ചെടികളുടെ അഗ്രമെരിസ്റ്റം ഓർമ്മയുണ്ട്? ടിപ്പിൽ കാണപ്പെടുന്ന അഗ്രമെരിസ്റ്റം. ഈ അഗ്രമെരിസ്റ്റത്തിലെ ചില കോശങ്ങളായിരിക്കും, അവിടെയുള്ള കോശങ്ങളായിരിക്കാം പിന്നീട് മെച്ചുർ ആവുമ്പോൾ എപ്പിഡെർമൽ ടിഷ്യൂ, ആവരണ കല, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ടിഷ്യൂ, ഗ്രൗണ്ട് ടിഷ്യൂ എന്നറിയപ്പെടുന്ന അടിസ്ഥാന കലകൾ, ദെൻ സംവഹന കല അല്ലെങ്കിൽ വാസ്കുലർ ടിഷ്യൂ, കണ്ടക്റ്റീവ് ടിഷ്യൂ എന്നറിയപ്പെടുന്ന സൈലമോ ഫ്ലോയുമായിട്ടൊക്കെ മാറുന്നു. അപ്പോൾ അഗ്രമെരിസ്റ്റത്തിലെ കുറച്ച് ഭാഗങ്ങളായിരിക്കും എപ്പോഴും ഇതുപോലുള്ള ആവരണ കലകളോ അടിസ്ഥാന കലകളോ സംവഹന കലകളായിട്ട് മാറും. സ്ഥിര കലകളെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് സിമ്പിൾ ടിഷ്യൂ അഥവാ ലഘുകലകൾ, കോംപ്ലക്സ് ടിഷ്യൂ അഥവാ സങ്കീർണ കലകൾ. അതിലെ ആദ്യത്താണ് ലഘുകലകൾ അഥവാ സിമ്പിൾ ടിഷ്യൂസ്. ഇതൊരു കല അഥവാ ടിഷ്യൂ ആണെന്ന് നമുക്ക് അറിയാം. അപ്പൊ അതിനകത്ത് ഒരുപാട് കോശങ്ങൾ അഥവാ സെല്ലുകൾ ഉണ്ടായിരിക്കും. ഇതിനകത്ത് എത്ര കോശങ്ങൾ, സെല്ലുകളുണ്ടോ അതെല്ലാം ഒരേ ടൈപ്പ് ആണെങ്കിൽ, ഒരേ ടൈപ്പ് കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കലകളെയാണ് ലഘുകലകൾ എന്നറിയപ്പെടുന്നത്. ഘടനയിലും ധർമ്മത്തിലും സാമ്യത പുലർത്തുന്ന കോശങ്ങളുള്ള കലകളെയാണ് ലഘുകലകൾ എന്ന് പറയുന്നത്. അതായത് ഘടനാപരമായിട്ടും അതുപോലെ ധർമ്മപരമായിട്ടുള്ള എല്ലാം സിമിലാരിറ്റി കാണപ്പെടുന്ന കോശങ്ങളെയാണ് ലഘുകലകൾ എന്ന് പറയുന്നത്. ഒരേ തരത്തിലുള്ള കോശങ്ങൾ കൊണ്ടാണ് ഇവ നിർമ്മിക്കപ്പെടുന്നത്. മിക്കവാറും ഒരേ ടൈപ്പ് കോശങ്ങൾ കൊണ്ടാണ് ഇതിനകത്ത് നിർമ്മിക്കപ്പെടുന്നത്. എല്ലാ കോശങ്ങളും ഒരേപോലെ, ഒരു കല എടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള എല്ലാ കോശങ്ങളും ഒരുപോലെ ആയിരിക്കും. ഇത്തരം കലകളിലെ കോശങ്ങൾ ജീവനുള്ളതോ ജീവനില്ലാത്തതോ കനം കുറഞ്ഞതോ കട്ടിയുള്ളതോ ആയ കോശങ്ങളാണ്. പ്രധാനമായും 3 തരത്തിലുണ്ട്: പാരൻകൈമ, കോളൻകൈമ ആൻഡ് സ്ക്ലീറൻകൈമ. പാരൻകൈമ, പാരൻകൈമയുടെ പ്രത്യേകത ലിവിങ് ആണ്, ജീവനുള്ള, കട്ടി കുറഞ്ഞ, അതായത് തിൻവാൾഡ് ആയിട്ടുള്ള സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ ആണ്. ലഘു സ്ഥിര കലകളായിരിക്കും, കട്ടി കുറവായിരിക്കും, ജീവനുള്ള കോശങ്ങളുള്ളായിരിക്കും. സസ്യത്തിന്റെ പല ഭാഗങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് പാരൻകൈമ കോശങ്ങൾ കൊണ്ടാണ് അല്ലെങ്കിൽ പാരൻകൈമ കലകൾ കൊണ്ടാണ്. ഒരു പ്ലാന്റ് ബോഡി എടുക്കുകയാണെങ്കിൽ മെയിൻ ബൾക്കായിട്ട് കാണപ്പെടുന്നത്, അതിന്റെ മിക്ക ഭാഗങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് പാരൻകൈമ കോശങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ കലകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രത്യേകത സമവ്യാസീയ, അതായത് ഐസോഡൈമെറ്റിക് സ്ട്രക്ചർ ഉള്ള കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് ഒരേ സൈസിലുള്ള, ഒരേ ആകൃതിയിലുള്ള കോശങ്ങളാണ് ഐസോഡൈമെട്രിക് സമവ്യാസീയ കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രങ്ങൾ നോക്കുക, ഏകദേശം ഒരേപോലുള്ള സൈസിലുള്ള കോശങ്ങൾ കൊണ്ടായിരിക്കും നിർമ്മിച്ചിരിക്കുന്നത്. ഇതിലെ കോശങ്ങൾ നീളമുള്ളതോ അല്ലെങ്കിൽ വൃത്താകൃതിയിലുള്ളതോ ദീർഘവൃത്താകൃതിയിലുള്ളതോ അല്ലെങ്കിൽ ഗോളാകൃതിയിലുള്ളതോ അല്ലെങ്കിൽ ബഹുഭുജ ആകൃതിയിലുള്ളതോ ആകാം. സ്പെറിക്കൽ, ഓവോയിഡ്, റെക്ടാങ്കുലർ, പെന്റഗൺ, അങ്ങനെ പല ഷേപ്പിലുള്ള കോശങ്ങളാകാം. കനം കുറഞ്ഞ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ്. ഇതിന്റെ സെല്ലുലോസ് കൊണ്ടുള്ള സെൽവാണ് കാണപ്പെടുന്നത്. ഇവിടെ കോശങ്ങൾ വളരെ അടുക്കി ക്രമീകരിക്കുക. ആദ്യ ചിത്രം നോക്കുക, സെല്ലുകളെല്ലാം, കോശങ്ങളെല്ലാം വളരെ അടുക്കി അടുക്കിയാണ് കലകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും സെല്ലുകൾക്കിടയ്ക്ക് എന്തെങ്കിലും സ്പേസ്, ഇന്റർ സെല്ലുലർ സ്പേസ് അല്ലെങ്കിൽ കോശാന്തര സ്ഥലം കാണപ്പെടുന്നുണ്ടോ? അങ്ങനെ ഒരു സ്പേസ് ഇല്ലാതെ വളരെ അടുക്കി അറേഞ്ച് ചെയ്യാം. എന്നാൽ രണ്ടാമത്തെ ചിത്രം നോക്കൂ, കുറച്ച് ലൂസ്ലി പാക്ഡ് ആണ്. അതായത് കോശങ്ങൾക്കിടയിൽ കോശാന്തര സ്ഥലത്തോടുകൂടി ഇന്റർ സെല്ലുലർ സ്പേസ് കൂടി, ഇടയ്ക്കിടയ്ക്ക് സ്പേസ് ഉള്ള രീതിയിലും അറേഞ്ച് ചെയ്യാം. ഒന്നാമത്തത് കോമ്പാക്ട്ലി പാക്ഡ് ആണ്, വിത്തൗട്ട് ഇന്റർ സെല്ലുലർ സ്പേസ് ആണ്. രണ്ടാമത്തത് ലൂസ്ലി
അറേഞ്ച്ഡ് ആണ്. ഇപ്പൊ രണ്ട് തരത്തിലും സെല്ലുകളുള്ള കലകളായിരിക്കും പാരങ്കൈമ കലകളുള്ളത്. ചില പാരങ്കൈമ കോശങ്ങളിൽ ക്ലോറോപ്ലാസ്റ്റ് കാണപ്പെടുന്നു. എസ്പെഷ്യലി ഗ്രീൻ സ്റ്റെമ്മിലും ഇലകളിലുള്ള പാരങ്കൈമയിലെല്ലാം തന്നെ നമുക്ക് അതിനകത്ത് കാണാൻ കഴിയുന്നത് ഓരോ കോശങ്ങളിലും ക്ലോറോപ്ലാസ്റ്റ് അബണ്ടന്റ് ധാരാളമായിട്ട് കാണും. അങ്ങനെ ക്ലോറോപ്ലാസ്റ്റ് ധാരാളമുള്ള പാരങ്കൈമകളെ ക്ലോറൻ കൈമ എന്ന് പറയുന്നു. എന്നാൽ ജലാശയങ്ങളിൽ കാണപ്പെടുന്ന സസ്യങ്ങളുടെ ഒരു പ്രത്യേകത അവയുടെ ഇലകളും മറ്റും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന നമുക്ക് കാണാൻ കഴിയും, അല്ലേ? ആ ചെടികളുടെ കോശങ്ങൾക്ക് ഒരു പ്രത്യേകത ഉള്ളത് അവയുടെ പാരങ്കൈമ കോശങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വലിയ വായു അറയുള്ള രീതിയിലാണ്. ആ ഇന്റർസെല്ലർ സ്പേസ് എയർ ചേംബർ വളരെ വലുതാണ്. ആ ചിത്രത്തിൽ കാണുന്നത് സെല്ലുകൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഭയങ്കര വലിയ സ്പേസ് ഉണ്ടായിരിക്കും. അങ്ങനെ എയർ സ്പേസ് ഉള്ള എയർ ചേംബർ ഉള്ള പാരങ്കൈമ കോശങ്ങൾ അറിയപ്പെടുന്ന പേരാണ് എയ്റൻ കൈമ എന്ന് പറയും. അതുപോലെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒരു ഭൂകാണ്ഡമാണെന്നറിയാം, ഇഞ്ചി ഒരു ഭൂകാണ്ഡമാണെന്നറിയാം, കിഴങ്ങുകൾ അത് വേരിന്റെ മോഡിഫിക്കേഷൻ ആണെന്ന് നമുക്ക് അറിയാൻ കഴിയും. ഇത്തരം ഭൂകാണ്ഡങ്ങളിലെ വേരുകളിലൊക്കെ ആഹാരം സംഭരിച്ചു വെക്കുന്നത് സ്റ്റോറേജ് പാരങ്കൈമ അല്ലെങ്കിൽ സംഭരണ പാരങ്കൈമകളായിരിക്കും. പാരങ്കൈമയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയായിരിക്കാം? സംഭരണ പാരങ്കൈമയിൽ ആഹാരം സംഭരിച്ചു വെക്കുന്നു. ക്ലോറങ്കൈമയുടെ പ്രത്യേകത പ്രകാശ സംശ്ലേഷണം ചെയ്യുന്നു. എയറങ്കൈമ വായു സംഭരണത്തിനും ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിനും അതുപോലെ സസ്യങ്ങൾ ജലത്തിൽ പൊങ്ങിക്കിടക്കാനും സഹായിക്കുന്നു. കള്ളിമുൾ ചെടിയിലും കറ്റാർ വാഴയിലും ഇലയിലും കാണ്ടത്തിലും വെള്ളം വാട്ടറിനെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഒരു ജെല്ല് പോലെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് പാരങ്കൈമ ടിഷ്യൂസിലാണ്. അതുപോലെ ഓരോ സെല്ലിലും ഓരോ പാരങ്കൈമ സെല്ലിനകത്തും വാട്ടർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് കുറച്ച് സെല്ലുകൾ നല്ല കട്ടി റിജിഡിറ്റി കാണും. അതുകൊണ്ട് സസ്യത്തിന് ആവശ്യമുള്ള കാഠിന്യം നൽകുകയും ചെയ്യും. ഇപ്പൊ ഇലയ്ക്കൊക്കെ അത്യാവശ്യം ആ കട്ടി തോന്നാൻ കാരണം അതിനകത്ത് പാരങ്കൈമ കോശങ്ങളിൽ ജലം ഉള്ളത് കൊണ്ടാണ്. ജലം നിറഞ്ഞിരിക്കുന്ന പാരങ്കൈമ കോശങ്ങൾ കുറച്ച് കാഠിന്യം തോന്നും. ആ കാഠിന്യം ഉള്ളത് കൊണ്ടാണ് പ്ലാന്റ്സിന് ആ കാഠിന്യം അനുഭവപ്പെടുന്നത്. അടുത്തത് കോളൻ കൈമ. കോളൻ കൈമയുടെ പ്രത്യേകത ഏകദേശം അതിന്റെ സ്ട്രക്ചറൊക്കെ പാരങ്കൈമ കോശങ്ങൾക്ക് സെയിം ആണ്, സിമിലർ ആയിരിക്കും. പ്രത്യേകത ചെറിയ വ്യത്യാസങ്ങൾ പാരങ്കൈമയുള്ളൂ. പാരങ്കൈമ ജീവനുള്ളതാണ്, കനം കുറഞ്ഞതാണെങ്കിൽ കോളൻ കൈമ ജീവനുള്ളതും കട്ടിയുള്ളതുമായിരിക്കും. കുറച്ചുകൂടെ കട്ടിയുള്ള ലഘു സ്ഥിരകലകളായിരിക്കും കോളൻ കൈമ എന്ന് പറയുന്നത്. പാരങ്കൈമയുടെ ഒരുപാട് സാദൃശ്യം ഉണ്ടെങ്കിലും ചെറിയൊരു വ്യത്യാസമുള്ളത് ഇവയുടെ കോശങ്ങൾക്ക് ഇടയ്ക്കുള്ള അല്ലെങ്കിൽ മൂലകൾക്കിടയ്ക്കുള്ള ഒരു കാഠിന്യമാണ്, കട്ടിയാണ്. കാരണം പ്രത്യേകതരം കെമിക്കലായ സെല്ലോസ്, ഹെമി സെല്ലോസ്, പെക്റ്റിൻ കൊണ്ട് ഇവയുടെ ഓരോ കോശങ്ങളുടെ മൂലകളിൽ ഒരു പ്രത്യേക തരത്തിൽ കോട്ടിംഗ് ഉണ്ട്, അത് ആ ഒരു ഡെപ്പോസിഷൻ കാണപ്പെടുന്നത്. ഇങ്ങനെ മൂലകളിലുള്ള ഡെപ്പോസിഷൻ കാരണമാണ് കുറച്ചുകൂടി കട്ടി വരുന്നത്. കല്ലടിക്കി വെക്കുമ്പോഴത്തേക്ക് സിമെന്റ് ഇട്ട് കൊടുക്കുന്നത് പോലെ ഓരോ സെല്ലിന്റെ മൂലകളിൽ കോർണറിൽ കുറച്ച് തിക്നെസ് ഉണ്ടാവും. ആ തിക്നെസിന്റെ കാരണം സെല്ലുലോസ്, ഹെമി സെല്ലോസ്, പെക്റ്റിൻ പിന്നെ കുറച്ച് അളവിൽ ജലവും കൂടെ ചേർന്നിരിക്കുന്നത് കൊണ്ടാണ് സെല്ലുകൾ കുറച്ചുകൂടി കട്ടി വരുന്നത്. ആ കട്ടി ഉള്ളത് കൊണ്ടാണ് ഇതിനെ കോളൻ കൈമ എന്ന് പറയുന്നത്. ദ്വിബീജ പത്ര സസ്യങ്ങളിലാണെങ്കിൽ ഉപരിവൃത്തിക്ക് തൊട്ട് താഴെ, അതായത് ഡൈക്കോട്ട് സ്റ്റെമ്മിലൊക്കെ എപ്പിഡെർമിസിന് തൊട്ട് താഴെ ഒരു ലെയർ ആയിട്ട്, ഹോമോജീനിയസ് ലെയർ ആയിട്ട് ഒരു കുറെ കോളൻ കൈമ കോശം കൊണ്ട് മാത്രം നിർമ്മിച്ചിരുന്ന ലെയർ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇലകളുടെ ഞെട്ടിലും കാണാൻ കഴിയും. ചില കോളൻ കൈമ കോശങ്ങളിൽ ഹരിതകണം കാണുന്നത് ക്ലോറോപ്ലാസ്റ്റ് കാണപ്പെടുന്നുണ്ട്. അപ്പൊ എന്തായിരിക്കും ഫംഗ്ഷൻ? ഫോട്ടോസിന്തസിസ് നടത്താറുണ്ട്. കോശങ്ങൾ പൊതുവെ വൃത്താകൃതിയിലോ ഗോളാകൃതിയിലോ ബഹുഭുജാകൃതിയിലോ കാണപ്പെടാം. ധർമ്മങ്ങൾ എന്ന് പറയുന്നത് ആവശ്യമായിട്ടുള്ള മെക്കാനിക്കൽ സപ്പോർട്ട്, കുറച്ച് കട്ടിയുള്ള തിക്നെസ് ഉള്ളതുകൊണ്ട് കുറച്ച് മെക്കാനിക്കൽ പിന്തുണ സപ്പോർട്ട് നൽകുന്നു. പിന്നെ പൂർണ്ണ വളർച്ച എത്താത്ത കാണ്ഡത്തിലും ഇലകളുടെ തണ്ടിനും ആവശ്യത്തിന് ബലം നൽകുന്നത് കോളൻ കൈമകളാണ്. അതായത് യങ് ആയിട്ടുള്ള സ്റ്റെമ്മിനും ലീഫിന്റെ തണ്ടിനും പീറ്റുകളിനൊക്കെ കട്ടി നൽകുന്നത് ആരായിരിക്കും? കോളൻ കൈമ ടിഷ്യൂസ് ആയിരിക്കും. അതുപോലെ കാറ്റ് മൂലം ഉണ്ടാകുന്ന വളയലും വലിച്ചു നീട്ടലും ചെറുക്കാൻ വേണ്ടി സസ്യങ്ങളെ സഹായിക്കുന്നു. കാറ്റ് ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ബെൻഡിങ് ആൻഡ് സ്ട്രെച്ചിങ് അതിനെ പ്രിവെന്റ് ചെയ്ത് പ്ലാന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു ആരായിരിക്കും? കോളൻ കൈമ. സ്ക്ലീറൻ കൈമ, മൂന്നാമത്തെ ടൈപ്പ് ലഘുകലയാണ് സ്ക്ലീറൻ കൈമ. സ്ക്ലീറൻ കൈമ കുറച്ചുകൂടി കട്ടിയുള്ളതും ഡെഡ് ആയിട്ടുള്ള മൃത കോശങ്ങളാണ്, ജീവനില്ലാത്ത കോശങ്ങളുമായിരിക്കും കാണുന്നത്. മെച്ചുർ ആകുമ്പോൾ ഡെഡ് ആയിരിക്കും. യങ് കണ്ടീഷനിൽ ജീവനുള്ളത് തന്നെയായിരിക്കും. മെച്ചുർ ആവുന്നതനുസരിച്ച് അതിന്റെ സെൽവാളിനെ കട്ടി കൂടുന്നതനുസരിച്ച് അകത്ത് പ്രോട്ടോപ്ലാസം നശിച്ചെന്ന് പോകും. അങ്ങനെ ഇത് ഡെഡ് സെൽസ് ആയിട്ട് മാറും. കട്ടി കൂടാൻ കാരണം സെൽവാളിൽ ലിഗ്നിൻ എന്ന കെമിക്കലിന്റെ ഡെപ്പോസിഷനാണ്. നേരത്തെ കോളൻ കൈമ കണ്ടതുപോലുള്ള കുറച്ചും കൂടെ കട്ടിയായിരിക്കും. അപ്പൊ ലിഗ്നിൻ എന്ന കെമിക്കൽ ഉള്ളത് കൊണ്ട് ചിരട്ടയുടെ കട്ടി എന്ന് ഓർത്ത് വയ്ക്കുക, അതുപോലുള്ള ലിഗ്നിൻ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലുള്ള ലിഗ്നിന്റെ കോട്ടിംഗ് ഉള്ളത് കൊണ്ടാണ് കുറച്ചുകൂടെ കട്ടിയുള്ള കോശങ്ങളായിട്ട് ഇവർ മാറുന്നത്.
മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലിഗ്നിനുള്ള കോശഭിത്തിയാണ് കാണപ്പെടുന്നതെങ്കിലും അതോടൊപ്പം ഒരുപാട് സുഷിരം, ബോഡിയുടെ പിറ്റ്സ് ചുറ്റും, സെല്ലിന്റെ ചുറ്റുമായിട്ട് പിറ്റ്സ്, സുഷിരങ്ങൾ കാണപ്പെടുന്നു. ഇനി ഇവയുടെ കോശങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ജീവദ്രവം അഥവാ സൈറ്റോപ്ലാസം കാണപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ജീവനില്ലാത്ത മൃതകോശങ്ങളായിരിക്കും അല്ലെങ്കിൽ കലകളായിരിക്കും ഇവ. വളരെ അടുക്കി കോശാന്തര സ്ഥലങ്ങളില്ലാതെ ക്രമീകരിക്കും. ഇവിടെ ഇന്റർസെല്ലുലർ സ്പേസ് ഇല്ലാതെ വളരെ തിക്കായിട്ട് അത് കോമ്പാക്ട്ലി പാക്ഡ് ആയിരിക്കും സ്ക്ലീറൻകൈമ കാണപ്പെടുന്നത്. സ്ക്ലീറൻകൈമ രണ്ട് തരത്തിലാണ്. ഒന്ന് നാരുകൾ അഥവാ ഫൈബേഴ്സ്, രണ്ടാമത് സ്ക്ലീറിഡ്സുകൾ. നീളമുള്ള സെല്ലുകളാകാം അല്ലെങ്കിൽ ഏകദേശം ഒരു ഓവൽ സ്പെറിക്കൽ ഷേപ്പിലുള്ള സെല്ലുകളും ആകാം. അതിൽ ഒന്നാമത്താണ് നാരുകൾ അഥവാ ഫൈബേഴ്സ്. കുറച്ച് നീളമുള്ള, ചിത്രത്തിൽ കാണുന്ന നീളമുള്ള ഓരോ സെല്ലുകളിലുള്ള കലകളായിരിക്കും. അതിന്റെ അഗ്രഭാഗം, അഗ്രഭാഗം കൂർത്തിരിക്കും. ഏകദേശം ഒരു സ്പിൻഡിൽ ഷേപ്പിലുള്ള രണ്ടറ്റം കൂർത്ത നീളമുള്ള സെല്ലുകളുള്ള കലകളാണ് നാരുകൾ, അല്ലെങ്കിൽ സ്ക്ലീറൻകൈമ കലകളാണ് നാരുകൾ എന്ന് പറയുന്നത്. ഏകദേശം സ്പിൻഡിൽ ആകൃതിയായിരിക്കും. കോശഭിത്തിൽ ലിഗ്നിൻ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നതിനാൽ കോശത്തിനുള്ളിൽ അറ അല്ലെങ്കിൽ ലൂമൻ വളരെ കുറവായിരിക്കും. നേരത്തെ പറഞ്ഞത് കോശഭിത്തിൽ ലിഗ്നിൻ കോട്ടിയിരിക്കുന്നുണ്ട്. അതിൻ്റെ അകത്തുള്ള അറ വളരെ കോശഭിത്തിലേക്ക് ലിഗ്നിൻ ഡെപ്പോസിറ്റിനനുസരിച്ച് അകത്തുള്ള സ്പേസ്, സെല്ലിനകത്തുണ്ടാകുന്ന സ്പേസ് കുറഞ്ഞു വരും. അപ്പൊ കണ്ടക്ഷൻ ഒന്നും സഹായിക്കാൻ പറ്റത്തില്ല, അകത്തൂടെ വസ്തുക്കളെ കടത്തിവിടാൻ പറ്റത്തില്ല, കാരണം ആ ലൂമൻ വളരെ കുറവായിരിക്കും. പിന്നെ കോശഭിത്തിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചരിഞ്ഞിരിക്കുന്ന പിറ്റ്സ്, സുഷിരങ്ങൾ കാണാം. സിമ്പിൾ പിറ്റാണ് ഇത്, ഒബ്ലീക്ക് പിറ്റാണ്. നമുക്ക് ചിത്രത്തിൽ കാണാൻ കഴിയും. സുഷിരം സിമ്പിൾ ആണ്, പക്ഷെ അത് ഒബ്ലീക്ക് ചരിഞ്ഞിരിക്കുന്ന പിറ്റ്സ്, സുഷിരങ്ങളുള്ള സെല്ലുകളായിരിക്കും. എന്തിനായിരിക്കാം? തൊട്ടടുത്ത സെല്ലുകളുടെ എന്തെങ്കിലും കണക്ഷന് വേണ്ടിയിട്ട് പിറ്റ്സ് ഉണ്ടായിരിക്കും. സസ്യങ്ങളിൽ പൊതുവെ കോർട്ടിക്കൽ ഭാഗത്തും പെരീസൈക്കൽ ഭാഗത്തും ദ്വിതീയ സൈലത്തിൽ കാണപ്പെടുന്നു. അതായത് കോർട്ടക്സിന്റെ ഭാഗത്തും അതുപോലെ പെരീസൈക്കിൾ, എൻഡോഡിന് ശേഷമുള്ള പെരീസൈക്കിൾ ഭാഗത്തും ദ്വിതീയ സൈലം, സെക്കൻഡറി സൈലം. ചെടി വണ്ണം വെക്കുമ്പോൾ ഉണ്ടാകുന്ന സൈലമാണ് സെക്കൻഡറി സൈലം. ആദ്യം ഉണ്ടാകുന്ന സൈലം പ്രൈമറി സൈലമായിരിക്കും. വണ്ണം വെക്കുമ്പോൾ ഉണ്ടാകുന്ന പുതിയ സൈലമാണ് സെക്കൻഡറി സൈലം. ആ സൈലത്തിലും നമുക്ക് ഫൈബേഴ്സിനെ കാണാൻ കഴിയും, നാരുകൾ കാണാൻ കഴിയും. സസ്യത്തിന് ആവശ്യമായ മെക്കാനിക്കൽ സപ്പോർട്ട്, പിന്തുണ നൽകുക എന്നതാണ് പ്രധാന ധർമ്മം. ഇത് എവിടെ കാണപ്പെടുന്നു എന്നതനുസരിച്ച് നാരുകളെ പ്രധാനമായിട്ടും മൂന്നായിട്ട് തിരിക്കും. ഒന്ന് സർഫസ് ഫൈബർ, വുഡ് ഫൈബർ ആൻഡ് ബാസ്റ്റ് ഫൈബർ. സർഫസ് ഫൈബർ എന്ന് വെച്ചാൽ ചെടിയുടെ ഏറ്റവും ഔട്ടർമോസ്റ്റ് ഭാഗങ്ങളിൽ കാണപ്പെടും. വുഡ് ഫൈബർ എന്ന് പറയുന്നത്, വുഡ് എന്ന് വെച്ചാൽ സൈലമാണ്, സൈലത്തിനോട് അറ്റാച്ച് ചെയ്ത് കാണപ്പെടും. ഡീറ്റെയിൽ എന്ന് കുറച്ച് കഴിഞ്ഞ് പറയും. ബാസ്റ്റ് എന്ന് വെച്ചാൽ ഫ്ലോയമാണ്, ഫ്ലോയത്തിനോട് ചേർന്നും ഫൈബർ കാണപ്പെടും. അങ്ങനെ മൂന്ന് തരത്തിലുള്ള ഫൈബേഴ്സ് കാണപ്പെടും. സ്ക്ലീറിഡുകൾ. ഫൈബർ എങ്ങനെയാണ് കാണപ്പെടുന്നത്? നീളമുള്ളതായിരുന്നു, കൂർത്ത അഗ്രമുള്ളതായിരുന്നു. അതിന്റെ ലോഞ്ചിറ്റ്യൂഡൽ സെക്ഷനിൽ ഇങ്ങനെ നേരത്തെ ചിത്രത്തിൽ കണ്ട പോലെ നീളമുള്ളതായിട്ട് കാണാൻ കഴിയും. പിന്നെ ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ ഒരു ഹെക്സാഗണൽ ഷേപ്പിൽ മാത്രമേ കാണാൻ കഴിയൂ. അതിന്റെ ഒരു ഔട്ടർ ലെയർ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. താഴോട്ടുള്ള നീണ്ടിരിക്കുന്ന ഭാഗം കാണാൻ കഴിയില്ല. ക്രോസ് സെക്ഷനിലാണെങ്കിൽ ഹെക്സാഗണൽ ഷേപ്പിലായിരിക്കും, LS-ലാണെങ്കിൽ നീണ്ടതുപോലെ കാണാൻ കഴിയും. എന്നാൽ സ്ക്ലീറിഡുകൾ ആ ചിത്രത്തിൽ കാണുന്ന പോലെ ഓവൽ അല്ലെങ്കിൽ സ്പെറിക്കൽ അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ ഷേപ്പിലായിരിക്കും കാണപ്പെടുന്നത്. സിലിണ്ടറിക്കൽ ആകൃതിയിലോ ഗോളാകൃതിയിലോ കാണപ്പെടുന്ന, ദീർഘവൃത്താകൃതിയിലോ കാണപ്പെടുന്ന വളരെ കട്ടിയുള്ള ഡെഡ് സെല്ലുകളാണ് സ്ക്ലീറിഡുകൾ എന്ന് പറയുന്നത്. കട്ടിയുള്ള കോശഭിത്തി ഉണ്ട്, അതോടൊപ്പം ഇവയ്ക്ക് ഇടുങ്ങിയ അറകളായിരിക്കും. ഇതിന്റെ അകത്ത് കണ്ടോ സ്പേസ് വളരെ കുറവാണ്, വളരെ ഇടുങ്ങിയ അറകൾ, സ്പേസ് ഉള്ള സെല്ലുകളായിരിക്കും ഈ കലകളിലുള്ളത്. ഏറ്റവും കാഠിന്യമുള്ള ഭാഗങ്ങളെല്ലാം സ്ക്ലീറിഡ് കാണാൻ കഴിയും. അതായത് കശുവണ്ടിയുടെ തോട്, തേങ്ങയുടെ ചിരട്ട, പേരയ്ക്ക, പിയർ, സപ്പോട്ട തുടങ്ങിയുടെ പൾപ്പ്. പേരയെ കഴിക്കുമ്പോൾ നടുക്ക് ഭാഗത്ത് സീഡ് കടിക്കുമ്പോൾ ചെറിയൊരു കല്ലിപ്പ് പോലെ, കരികരിപ്പ് പോലെ തോന്നത്തില്ലേ? ആ കട്ടിക്ക് കാരണം അവിടെ ആ സീഡ് പോട്ടിൽ കാണപ്പെടുന്ന സ്ക്ലീറൻകൈമ സ്ക്ലീറിഡുകളായി. അതുപോലെ പയറുവർഗത്തിന്റെ ബീജാവരണം, സീഡ് പോട്ട്, അതുപോലെ തേയിലച്ചെടിയുടെ ഇലയിലൊക്കെ കാണാൻ കഴിയും. ഈ ഒരു കട്ടി നൽകുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് സ്റ്റോൺ കോശങ്ങളെന്നോ ഗ്രിറ്റ്നെസ് എഫക്ട് നൽകുന്നത് കൊണ്ട് തന്നെ ഗ്രിറ്റ് കോശങ്ങളെന്നോ അറിയപ്പെടുന്നു. അപ്പോൾ സ്ക്ലീറൻകൈമയുടെ ഫംഗ്ഷൻ എന്തൊക്കെയായിരിക്കും? മെക്കാനിക്കൽ സപ്പോർട്ട് നൽകുക. പിന്നെ പ്രകൃതിയിലെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെ, സ്ട്രെസ് സ്ട്രെയിൻ കണ്ടീഷൻസ് നിന്നും ഓവർകം ചെയ്യുക, ചെടികളെ അതിന് സഹായിക്കുക. അതുപോലെ ഫലങ്ങളിലും വിത്തുകളിലുള്ള നാരുകൾ കാറ്റ് വഴിയുള്ള വിത്ത് വിതരണം സഹായിക്കുന്നു. അപ്പം അടിയിലും മറ്റൊക്കെ കാണപ്പെടുന്ന സീഡിന്റെ പ്രത്യേകത ഇങ്ങനെ പറന്നു നടക്കുന്നില്ല. അതിന് കാരണം ആ ഫൈബർ, നാരെന്ന് പറഞ്ഞ ഫൈബർ ആണല്ലോ, ഫൈബർ ഉള്ളത് കൊണ്ടാണ് സീഡ് ഡിസ്പേഴ്സൽ വളരെ ഈസി ആയിട്ട് നടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പെർമനന്റ് ടിഷ്യൂസിലെ സിമ്പിൾ ടിഷ്യൂ ആയ പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ, അതിൽ തന്നെ ഫൈബേഴ്സും സ്ക്ലീറീഡ്സുമാണ് ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കോംപ്ലക്സ് ടിഷ്യൂവുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.